CPM നേതാവ് വഴിയാണ് കലാമണ്ഡലത്തിൽ കയറിയതെന്ന് സത്യഭാമ ജൂനിയർ. ബ്രാഞ്ച് കമ്മിറ്റികളിൽ അപേക്ഷ നൽകാൻ പറഞ്ഞുവെന്നും അപ്രകാരം ചെയ്തുവെന്നും അവർ പറഞ്ഞുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ചില പരിപാടികൾക്ക് അതിഥിയായി ചിലർ വിളിക്കും. അത്തരത്തിൽ വിളിച്ചവരുടെ കൂട്ടത്തിൽ ഒരു CPMന്റെ നേതാവും ഉണ്ടായിരുന്നു. ടീച്ചർ ഇത്രയുമധികം സീനിയർ ആയിട്ട് പോലും ഒരു സ്ഥലത്ത് എന്താ കയറാത്തതെന്ന് രാഷ്ട്രീയ പ്രവർത്തകൻ ചോദിച്ചു. സാറേ, എല്ലാം പിടിയും വലിയും ഒക്കെയല്ലേ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്നും അവർ പറഞ്ഞു. ഞാനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുമായി നടക്കുന്നയാളുമല്ല, അപ്പോൾ പിന്നെ ഇത്തിരി പാടല്ലേ കിട്ടാനെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ, ഞങ്ങൾ കയറട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കയറിയതിന് പിന്നാലെ ബ്രാഞ്ച് കമ്മിറ്റിയിലും മറ്റിടങ്ങളിലും അപേക്ഷ കൊടുക്കാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്തു. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ കയറിയതെന്നും അവർ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പ്രശസ്ത നർത്തകനും കലാകാരനുമായ RLV രാമകൃഷ്ണനെ സത്യഭാമ ജൂനിയർ അധിക്ഷേപിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മോഹിനിയാട്ടം കളിക്കുന്നവർ എപ്പോഴും മോഹിനിയായിരിക്കണം, ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ്, എല്ലാം കൊണ്ടും കാൽ അകത്തി വെച്ച് കളിക്കുന്ന ഒരു കലാരൂപമാണ്, ഒരു പുരുഷൻ കാലും കവച്ചു വെച്ച് കളിക്കുന്നത് പോലൊരു അരോചകമില്ല. തന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം കളിക്കുന്ന ആൺകുട്ടികൾക്ക് സൗന്ദര്യമുണ്ടായിരിക്കണം, ആൺപിള്ളേരിൽ സൗന്ദര്യമുള്ളവർ ഇല്ലേ, ഇവനെ കണ്ടാൽ പെറ്റ് തള്ള പോലും സഹിക്കില്ല എന്നാണ് സത്യഭാമ പറഞ്ഞത്. ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്ന് കലാമണ്ഡലം അറിയിച്ചു. കേരള കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്നും കലാമണ്ഡലം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ജന്മഭൂമി ലേഖനത്തിലും ചില കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. കലാമണ്ഡലം സത്യഭാമ RLV രാമകൃഷ്ണൻ വിവാദത്തിന് പിന്നാലെ ഉയർന്നിരിക്കുന്ന ചോദ്യം ഇതാണ്: കലാമണ്ഡലം സത്യഭാമ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന്? RSS ആണോ, കോൺഗ്രസ് ആണോ, CPM ആണോ എന്ന്? ഏതായാലും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ സജീവമായി ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ, ചർച്ചകൾ കൊഴുക്കുമ്പോൾ, ജന്മഭൂമി ലേഖനത്തിലൂടെ ചില കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. കലാമണ്ഡല സത്യഭാമയുടെ രാഷ്ട്രീയം ചികഞ്ഞിറങ്ങിയവർക്കുള്ള പ്രഹരം ജന്മഭൂമി ദിനപത്രം നൽകിയിരിക്കുന്നത്. അതായത്, കലാമണ്ഡലം സത്യഭാമ RSS എന്ന കോപ്പിഡ് ടീച്ചർക്ക് സംശയമുണ്ടെങ്കിൽ അശ്വമേധം പ്രദീപിനോട് ചോദിച്ചാൽ പോരെ എന്നാണ് ജന്മഭൂമിയുടെ ചോദ്യം. നർത്തകൻ RLV രാമകൃഷ്ണന് നേരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന വിവാദത്തിൽപ്പെട്ട കലാമണ്ഡലം സത്യഭാമയെ RSS ആക്കാൻ കൊണ്ടുപിടിച്ച ശ്രമമെന്നാണ് ആക്ഷേപം. തൃശൂരിലെ കോപ്പിയടി ടീച്ചറും സംഘവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പണി തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ജന്മഭൂമിയുടെ പരിഹാസം വിമർശനം. ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗ് പ്രചാരണം തിരിച്ചടിച്ചപ്പോഴാണ് പുതിയ വിഷയം. സത്യഭാമ കേസരിയിൽ ലേഖനം എഴുതിയിട്ടുണ്ട് എന്നതാണ് കാരണം. RSSന്റെ ജിഹ്വയായ കേസരിയിൽ എഴുതാറുണ്ടെന്ന സത്യഭാമയുടെ അധിക യോഗ്യത എന്ന കണ്ടെത്തലാണ് ദീപ നിശാന്ത് പോലുള്ള സൈബർ കള്ളപ്രചാരകർ നടത്തിയിരിക്കുന്നത് എന്നാണ് ജന്മഭൂമിയുടെ വിമർശനം. ഇടത് സൈബർ ഇടങ്ങളിലെല്ലാം അത് വ്യാപകമായി കൊണ്ടാടി. തമിഴ് സാഹിത്യകാരൻ ജയമോഹൻ മലയാള സിനിമയെ വിമർശിച്ചപ്പോഴും അദ്ദേഹത്തെ RSS ആക്കാൻ ഈ സംഘം ശ്രമിച്ചിരുന്നു. MA ബേബിയെ പോലുള്ള നേതാക്കളുടെ പിന്തുണയും കിട്ടി. സത്യഭാമയുടെ കാര്യത്തിലും ആടിനെ പട്ടിയാക്കുന്ന പ്രചാരണമാണെന്നാണ് ജന്മഭൂമിയുടെ ലേഖനം. തിരുവനന്തപുരം സ്വദേശിയായ സത്യഭാമ അറിയപ്പെടുന്ന CPM കാരിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി സർക്കാർ അവരെ കലാമണ്ഡലം ഭരണസമിതിയിൽ അംഗമാക്കുകയും ചെയ്തു. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിലങ്ക നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടകരിൽ ഒരാൾ സത്യഭാമയായിരുന്നു. CPM സൈബർ കൂലിക്കാരുടെ മാർഗദർശികളിൽ ഒരാളായ അശ്വമേധം GS പ്രദീപാണ് സ്ഥാപനത്തിന്റെ ചുമതലക്കാരനെന്നും മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കേണ്ട പരിപാടിയിൽ അദ്ദേഹം വരാതിരുന്നതിനാൽ നിലവിളക്ക് തെളിയിച്ചത് കലാമണ്ഡലം സത്യഭാമയാണെന്ന് ചിത്രം സഹിതം ജന്മഭൂമി വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും RLV രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ. രണ്ടാം തവണയാണ് സത്യഭാമ വിവാദത്തിൽപ്പെടുന്നത്. 2018 അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ട ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു. പത്മനാഭൻ ആശാൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ലെന്നും മറ്റും പരാമർശത്തിലുണ്ടായിരുന്നു.